പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം പ്രിയമുള്ളവർ, ദുഃഖവും വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. ഇന്നും ധ്യാനിക്കുന്നത് അങ്ങനെ ദേഷ്യപ്പെടും, ദൈവത്തോട് പോലും ദേഷ്യപ്പെടുന്ന അവസ്ഥയുള്ള, ദൈവത്തോടല്ല എങ്കിൽ പോലും ജീവിതം കാലം ദേഷ്യപ്പെടുന്ന രണ്ട് സഹോദരിമാരെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ആരംഭത്തിൽ പറയുന്നത് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലൊന്നും ദൈവത്തിന് പിണക്കമില്ല. നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ വൈകാരിക വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മാത്രം അച്ഛൻ പറയണേ കേട്ടോ. ഒന്നാമത് ചിന്തിക്കുന്നത് നമ്മുടെ എൽക്കാന അന്ന ദമ്പതിമാരാ. അന്നയ്ക്ക് മക്കളില്ല, പോരാത്തതിന് മക്കളില്ലാത്ത ശാപഗ്രസ്തമായ ഒന്നാണെന്ന് ചിന്തിക്കുന്ന പഴയ നിയമ കാഴ്ചപ്പാട്. കൂടെ പങ്കാളിയായ ജീവിതപങ്കാളി, പോരാത്തതിന് ജീവിതപങ്കാളി എൽക്കാനയുടെ മറ്റേ ഭാര്യ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും, അവളെ നിരുത്സാഹപ്പെടുത്തും, അവളെ ദുഃഖിപ്പിക്കും. അപ്പോൾ അന്നെ ചിന്തിക്കും എനിക്ക് മക്കളില്ലാത്തതുകൊണ്ടാണല്ലോ എന്ന്. ആ സമയത്ത് പ്രിയമുള്ളവരെ ഇങ്ങനെ കൊച്ചു വാശിയൊക്കെ കാണിക്കും, ഭക്ഷണം കഴിക്കില്ല, ദേഷ്യപ്പെടും. ഇതച്ഛൻ പറഞ്ഞത്. ആ സമയത്ത് ഭർത്താവായ എൽക്കാന വലത്തൊക്കെ പറയുന്നുണ്ട്, ഒരു കാര്യമില്ല. ഇതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ദുഃഖത്തിന് മനുഷ്യനൊന്നും ഒത്തിരി ഉത്തരം തരാനില്ല. അവൾ ദേഷ്യപ്പെട്ടു, സ്വാഭാവികമാണ്, അതിനും ദൈവത്തിന് വിഷമമില്ല. ഒന്നുണ്ട്, ഈ ദേഷ്യം തീർക്കാൻ അവൾ എന്തു ചെയ്തു? ദേവാലയത്തിലേക്ക് ഓടി, അവിടെ ചെന്ന് കരഞ്ഞു. അവളുടെ കണ്ണുനീർ വലിയ വിലയുള്ളതായിരുന്നു. ആ കണ്ണുനീര് ദൈവം കേട്ടു, ദൈവം അവളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പ്രിയമുള്ളവരെ, ദേഷ്യപ്പെട്ടു, വാശിയെടുത്തു, ആഹാരം കഴിച്ചില്ല, ഒരു കുഴപ്പമില്ല എന്നല്ല അച്ഛൻ പറയുന്നത്, ദൈവത്തിന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റാഹേല് യാക്കോബിന് പറയുന്നുണ്ട്, റാഹേല് സ്വന്തം സഹോദരിയായ ലേയ യാക്കോബിനെ വിവാഹം കഴിച്ചതാ. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. അവളും റാഹേലിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ആ സങ്കടം ഭർത്താവായ യാക്കോബിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് മക്കളേതാ, അല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, എൻ്റെ ദൈവമേ ആത്മഹത്യ ചെയ്യുന്നു. അത് നോക്ക് പറയുമ്പോഴവരെ, അത് പറയുമ്പോഴും യാക്കോബ് അല്പം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോ എങ്ങനെ വഴക്ക് പറയുന്നത്, ദൈവമല്ലേ നിനക്ക് മക്കളെ തരാതിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുമ്പോൾ വികാര വിക്ഷോഭത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം ചെയ്യാൻ പോണൊന്നുമില്ല, എന്നാലും മനസ്സിൻ്റെ വിഷമാണ്. ആ വിഷമം കർത്താവ് കാണുന്നുണ്ട്, ദൈവം അവൾക്ക് മക്കളെ കൊടുത്തു. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ വിചാരിക്കും പോലെ എല്ലാം ക്രമപ്പെടുത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം വരും, കുറ്റപ്പെടുത്തും, ശണ്ട കൂടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥന ഉയരുമ്പോൾ ഇതിനെല്ലാം ഉത്തരമായി കടന്നു വരും. ഹന്നായും റാഹേലും പ്രാർത്ഥിച്ച പോലെ അത് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കും. മനസ്സിൻ്റെ വേദനയോട് പറയുന്ന കാര്യമൊന്നും കർത്താവ് തീർച്ചയായിട്ടും അത്ര വില കൊടുക്കില്ല. ഈ ദിവസം ഒരു ആശ്വാസത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ വേദനകളും മനസ്സിൻ്റെ അസ്വസ്ഥതകളും വരുമ്പോൾ നീ അന്നേപോലെ ദേവാലയത്തിൽ ചെല്ലണം. അവിടെ ചെന്ന് നീ നിന്നെ തന്നെ സമർപ്പിക്കണം. അന്ന പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടും നിനക്ക് ഉത്തരമായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ റാഹേലിൻ്റെ ഭർത്താവായ യാക്കോബ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ നിങ്ങൾക്കും ജീവിതപങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർ മനസ്സിന് വലിയ ആഴപ്പെട്ട ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം സഹതപിക്കുവാനും ദുഃഖിക്കുവാനും അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അന്നായും റാഹേലും പ്രാർത്ഥിച്ച പോലെ ഹൃദയം നിറങ്ങി ദൈവസന്നിധിയിലേക്ക് നിയോഗങ്ങൾ നമുക്ക് വേണ്ടിയും മറ്റു മക്കൾക്ക് വേണ്ടിയും സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.